In my life, I have dreamed of seeing the great herds of wild animals, jungles and forests full of birds and butterflies. എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടു വന്യമൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ കാണുന്നതായി, പക്ഷികളും ചിത്രശലഭങ്ങളും നിറഞ്ഞ കാടുകളും മഴക്കാടുകളും. ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ. ഐ ഹാവ് ഡ്രീംഡ് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഓഫ് സീയിങ്, സീയിങ് എന്ന് പറഞ്ഞാൽ കാണുന്ന. ദി ഗ്രേറ്റ് എന്നാൽ വലിയ. ഹെഡ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം. ഹെഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ്, വൈൽഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ. ഇൻ മൈ ലൈഫ് ഐ ഹാവ് ഡ്രീംഡ് ഓഫ് സീയിങ് ദി ഗ്രേറ്റ് ഹെഡ്സ് ഓഫ് വൈൽഡ് അനിമൽസ്. എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടു വന്യമൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ കാണുന്നതായി. ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ജംഗിൾസ് എന്ന് പറഞ്ഞാൽ കാടുകൾ, റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാട്. ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ബേർഡ്സ് എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ബട്ടർഫ്ലൈസ് ചിത്രശലഭങ്ങൾ. ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്, പക്ഷികളും ചിത്രശലഭങ്ങളും നിറഞ്ഞ കാടുകളും മഴക്കാടുകളും. In my life, I have dreamed of seeing the great herds of wild animals, jungles and forests full of birds and butterflies. എന്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു വന്യമൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടത്തെ കാണുന്നതായി, പക്ഷികളും ചിത്രശലഭങ്ങളും നിറഞ്ഞ കാടുകളും മഴക്കാടുകളും. But now I wonder if they will even exist for my children to see. അതായത് എന്നാൽ അവ നിലനിൽക്കുമോ എന്ന് പോലും ഞാൻ ഇപ്പോൾ അത്ഭുതപ്പെടുന്നു എന്റെ കുട്ടികൾക്ക് വേണ്ടി കാണാൻ. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ അല്ലെങ്കിൽ എന്നാൽ. നൗ ഇപ്പോൾ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ഐ വണ്ടർ ഞാൻ അത്ഭുതപ്പെടുന്നു. ഇഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ്. ഈവൻ എന്ന് പറഞ്ഞാൽ പോലും എന്നാണ് അർത്ഥം. എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. ഫോർ മൈ ചിൽഡ്രൻ എന്റെ കുട്ടികൾക്ക് വേണ്ടി. ടു സീ കാണാൻ. ബട്ട് നൗ ഐ വണ്ടർ ഇഫ് ദേ വിൽ ഈവൻ എക്സിസ്റ്റ് ഫോർ മൈ ചിൽഡ്രൻ ടു സീ. എന്നാൽ അവ നിലനിൽക്കുമോ എന്ന് പോലും ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്റെ കുട്ടികൾക്ക് വേണ്ടി കാണാൻ. ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വെർ മൈ ഏജ്. ഈ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ എന്റെ പ്രായം ആയിരുന്നപ്പോൾ. ഡിഡ് യു ഹാവ് ടു വറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ. വറി എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, വിഷമിക്കുക എന്നൊക്കെയാണ്. ഡിഡ് യു ഹാവ് ടു വറി എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നർത്ഥം. About these little things, ഈ ചെറിയ കാര്യങ്ങളെ കുറിച്ച്. About എന്നാല് കുറിച്ച്. These little things, ഈ ചെറിയ കാര്യങ്ങളെ കുറിച്ച്. When you were my age, നിങ്ങൾ എന്റെ പ്രായം ആയിരുന്നപ്പോൾ. When you were എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരുന്നപ്പോൾ. You were എന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നു. When വരുമ്പോൾ when you were, അപ്പോൾ നിങ്ങൾ ആയിരുന്നപ്പോൾ എന്നാകും. When you were my age എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ പ്രായം ആയിരുന്നപ്പോൾ. മൈ ഏജ് എന്ന് പറഞ്ഞാൽ എന്റെ പ്രായം. Did you have to worry about these little things when you were my age? ഈ ചെറിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ എന്റെ പ്രായം ആയിരുന്നപ്പോൾ. All this is happening before our eyes and yet we act as if we have all the time we want and all the solutions. ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ആവശ്യമുള്ള എല്ലാ സമയവും പരിഹാരങ്ങളും ഉള്ളതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നു. ഓൾ ദിസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം. ഈസ് ഹാപ്പനിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. ഈസ് ഹാപ്പനിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബിഫോർ അവർ ഐസ് നമ്മുടെ കൺമുന്നിൽ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ. അവർ ഐസ് നമ്മുടെ കണ്ണുകൾ. ഓൾ ദിസ് ഈസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ് ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് യെറ്റ് എന്നിട്ടും വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദി ടൈം വി വാണ്ട്. യെറ്റ് എന്നാൽ എന്നിട്ടും, വി എന്ന് പറയുന്നത് നമ്മൾ, ആക്ട് പ്രവർത്തിക്കുന്നു, ആസിഫ് വി ഹാവ് നമുക്ക് ഉള്ളതുപോലെ. ആസിഫ് എന്ന് പറഞ്ഞാൽ ഉള്ള പോലെ. ആസിഫ് എന്ന് പറഞ്ഞാൽ പോലെ എന്നർത്ഥം. ആസിഫ് വി ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പോലെ. വി ഹാവ് എന്നാൽ നമുക്ക് ഉണ്ട് എന്നർത്ഥം. ആസിഫ് വി ഹാവ് നമുക്ക് ഉള്ള പോലെ. ഓൾ ദി ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും. വി വാണ്ട് നമുക്ക് ആവശ്യമുള്ള. ഓൾ ദ ടൈം വി വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സമയവും. ആൻഡ് ഓൾ ദി സൊല്യൂഷൻസ് എല്ലാ പരിഹാരങ്ങളും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം. ഓൾ ദി സൊല്യൂഷൻസ് എല്ലാ പരിഹാരങ്ങളും. ഓൾ ദിസ് ഈസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ് ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് യെറ്റ് വി ആക്ട് ആസ് ഇഫ് വി ഹാവ് ഓൾ ദി ടൈം വി വാണ്ട് ആൻഡ് ഓൾ ദി സൊല്യൂഷൻസ് ഇതെല്ലാം നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും നമുക്ക് ആവശ്യമുള്ള എല്ലാ സമയവും പരിഹാരങ്ങളും ഉള്ളതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്നു. I am only a child and I don't have all the solutions, but I want you to realize neither do you. ഞാൻ ഒരു കുട്ടി മാത്രമാണ്.
ഐ ആം ഓൺലി എ ചൈൽഡ്. ഞാൻ ഒരു കുട്ടി മാത്രമാണ്. എന്റെ പക്കൽ എല്ലാ പരിഹാരങ്ങളും ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ്. ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ്. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീദർ ഡു യു. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഐ ആം ഓൺലി എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കുട്ടി മാത്രമാണ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എന്റെ പക്കലില്ല, അല്ലെങ്കിൽ എന്റെ കയ്യിലില്ല. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞാൽ എന്റെ പക്കലില്ല. ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എന്റെ പക്കലുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട്. ഓൾ ദി സൊല്യൂഷൻസ്, എല്ലാ പരിഹാരങ്ങളും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം, സൊല്യൂഷൻസ് പരിഹാരങ്ങൾ. ഐ ഡോണ്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ്, എല്ലാ പരിഹാരങ്ങളും എന്റെ പക്കൽ ഇല്ല. ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ്. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ, ഐ വാണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു, റിയലൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക. ഐ വാണ്ട് യു ടു റിയലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു റിയലൈസ്, നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഐ വാണ്ട് യു ടു റിയലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീദർ ഡു യു, നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതായത് ആ ഡു യു എന്ന് പറയുന്നത് റിയലൈസിന് പകരമായിട്ടാണ് ഡു അവിടെ വന്നിരിക്കുന്നത്. നീദർ ഡു യു, നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നീദർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് മീനിങ് ആണ്. നീദർ ഡു യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ ആം ഓൺലി എ ചൈൽഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻസ് ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ്. നീദർ ഡു യു, ഞാൻ ഒരു കുട്ടി മാത്രമാണ്. എന്റെ പക്കൽ എല്ലാ പരിഹാരങ്ങളും ഇല്ല. പക്ഷേ നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തിരിച്ചറിയുന്നില്ല. യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദി ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ. നമ്മുടെ ഓസോൺ പാളിയിലെ ദ്വാരങ്ങൾ എങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. യു ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. ഹൗ എങ്ങനെ, ടു ഫിക്സ് ശരിയാക്കാൻ, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ, ദ ഹോൾസ് ദ്വാരങ്ങൾ, ഇൻ അവർ ഓസോൺ ലെയർ നമ്മുടെ ഓസോൺ ലെയറിൽ, അല്ലെങ്കിൽ ഓസോൺ പാളിയിലുള്ള ഹോളുകൾ എങ്ങനെ ഫിക്സ് ചെയ്യണമെന്ന്, എങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ ഹൗ ടു ഫിക്സ് ദ ഹോൾസ് ഇൻ അവർ ഓസോൺ ലെയർ നമ്മുടെ ഓസോൺ പാളിയിലെ ദ്വാരങ്ങൾ എങ്ങനെ ശരിയാക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് സാൽമൺ ബാക്ക് അപ്പ് എ ഡെഡ് സ്ട്രീം. ചത്ത അരുവിയിലേക്ക് സാൽമൺ എങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. സാൽമൺ എന്നത് ഒരു വലിയ ശുദ്ധജല മത്സ്യമാണ്. മലിനമായ ജലത്തിൽ അതിന് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് സാൽമൺ ബാക്ക് അപ്പ് എ ഡെഡ് സ്ട്രീം. ചത്ത അരുവിയിലേക്ക് സാൽമൺ എന്ന മത്സ്യത്തെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് സാൽമൺ ബാക്ക് അപ്പ് എ ഡെഡ് സ്ട്രീം. ചത്ത അരുവിയിലേക്ക് സാൽമൺ എങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് ബാക്ക് ആൻ അനിമൽ നൗ എക്സ്റ്റിങ്ക്ട്. ഇപ്പോൾ വംശനാശം സംഭവിച്ച ഒരു മൃഗത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. യു ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. ഹൗ ടു ബ്രിങ് ബാക്ക്, ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരികെ കൊണ്ടുവരിക. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ബ്രിങ് ബാക്ക് തിരികെ കൊണ്ടുവരിക. യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് ബാക്ക്, എങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ആൻ അനിമൽ നൗ എക്സ്റ്റിങ്ക്ട്, ഇപ്പോൾ വംശനാശം സംഭവിച്ച. എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ വംശനാശം. ആൻ അനിമൽ നൗ എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വംശനാശം സംഭവിച്ച ഒരു മൃഗം. യു ഡോണ്ട് നോ ഹൗ ടു ബ്രിങ് ബാക്ക് ആൻ അനിമൽ നൗ എക്സ്റ്റിങ്ക്ട്, ഇപ്പോൾ വംശനാശം സംഭവിച്ച ഒരു മൃഗത്തെ എങ്ങനെ തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. യു കാൺട്ട് ബ്രിങ് ബാക്ക് ഫോറസ്റ്റ് ദാറ്റ് വൺസ് ഗ്രൂ വെർ ദർ ഈസ് നൗ ഡിസേർട്ട്. ഒരിക്കൽ വനങ്ങൾ വളർന്ന ഇപ്പോൾ മരുഭൂമി ആയ സ്ഥലത്ത് വനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. യു കാൺട്ട് എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഷോർട്ടാക്കി എഴുതുന്നതാണ് യു കാൺട്ട്. അപ്പോൾ യു കാൺട്ട് എന്നാണ് വായിക്കുക. യു കാൺട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല. ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാൻ. ഫോറസ്റ്റ് ദാറ്റ് വൺസ് ഗ്രൂ, ഒരിക്കൽ വനങ്ങൾ വളർന്നു. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വനങ്ങൾ. ദാറ്റ് വൺസ് ഗ്രൂ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വളർന്ന. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. ഗ്രൂ എന്ന് പറഞ്ഞാൽ ഗ്രോയിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗ്രോ എന്ന് പറഞ്ഞാൽ GROW, ഗ്രോ എന്ന് പറഞ്ഞാൽ വളരുക. ഗ്രൂ വളർന്നു, അല്ലെങ്കിൽ വളർന്നു. വേർ ദർ ഈസ് നൗ ഡിസേർട്ട്, ഇപ്പോൾ മരുഭൂമി ആയ സ്ഥലത്ത്. ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി. യു കാൺ ബ്രിങ് ബാക്ക് ഫോറസ്റ്റ് ദാറ്റ് വൺസ് ഗ്രൂ വേർ ദർ ഈസ് നൗ ഡിസേർട്ട്. ഒരിക്കൽ വനങ്ങൾ വളർന്ന ഇപ്പോൾ മരുഭൂമി ആയ സ്ഥലത്ത് വനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. അഞ്ചാമത്തെ ചോദ്യം, നെയിം ടു തിങ്സ് ദ ഗ്രോൺ അപ്സ് കാനോട്ട് ഫിക്സ്. മുതിർന്നവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങൾക്ക് പേര് പറയുക.
നെയിം എന്ന് പറഞ്ഞാൽ പേര് എന്നർത്ഥം. പക്ഷെ ഇത് ക്രിയയായി വരുമ്പോൾ നെയിം പേര് പറയുക അല്ലെങ്കിൽ പേരിടുക. നെയിം ടു തിങ്സ് രണ്ട് കാര്യങ്ങൾ. ദ ഗ്രോണപ്സ് ഗ്രോണപ്സ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർ. കനോട്ട് ഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാക്കാൻ കഴിയാത്ത. അപ്പോൾ മുതിർന്നവർക്ക് ശരിയാക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളുടെ പേര് പറയും. ഒന്നാമത്തെ കാര്യം ദേ കാനോട്ട് ഫിക്സ് ദ ഹോൾസ് ഇൻ ദി ഓസോൺ ലെയർ. ദേ കാനോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും. കാനോട്ട് എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഫിക്സ് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക എന്നർത്ഥം. ദി ഹോൾസ് ഇൻ ദി ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ ഓസോൺ ലെയറിലെ ഹോൾസ്, ദ്വാരങ്ങൾ. രണ്ടാമത്തെ കാര്യം ദേ കാനോട്ട് ബ്രിങ് ബാക്ക് ആൻ ആനിമൽ നൗ എക്സ്റ്റിങ്ക്ട്. ദേ കാനോട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് കഴിയില്ല. ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരിക. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക. ബ്രിങ് ബാക്ക് എന്നാൽ തിരിച്ചു കൊണ്ടുവരിക. ആൻ ആനിമൽ ഒരു മൃഗത്തെ. നൗ എക്സ്റ്റിങ്ക്ട് ഇപ്പോൾ വംശനാശം സംഭവിച്ച ഒരു മൃഗത്തെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ദേ കാനോട്ട് ബ്രിങ് ബാക്ക് ആൻ ആനിമൽ നൗ എക്സ്റ്റിങ്ക്ട് ഇപ്പോൾ വംശനാശം സംഭവിച്ച ഒരു മൃഗത്തെ അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു അധ്യായത്തിന്റെ ഏതെങ്കിലും കുറച്ചു ഭാഗങ്ങൾ തന്നിട്ട് അതിന്റെ അടിയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നാൽ അത് എങ്ങനെ എഴുതാം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പാഠഭാഗത്തിൽ നോക്കി തന്നെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയണം. ഇപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ഭാഗത്തിൽ നിന്ന് നോക്കി നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. അതാണ് ശരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. അടുത്ത ഭാഗത്തിൽ അനദർ വേ ഓഫ് ടോക്കിംഗ് അബൌട്ട് ദി പ്രസന്റ്, അതായത് പ്രസന്റ് ടെൻസിലുള്ള ഒരു വാക്യം എഴുതുമ്പോൾ അതിൽ ക്രിയക്ക് വരുന്ന വ്യത്യാസം ഉണ്ട്. അതായത് ക്രിയ ചെയ്യുന്ന ആൾ അഥവാ കർത്താവ് ഏകവചനമാണോ ബഹുവചനമാണോ എന്ന് നോക്കി അതിൽ ക്രിയക്ക് ചില വ്യത്യാസങ്ങൾ വരും. അതായത് കർത്താവ് ഏകവചനമാണെങ്കിൽ ക്രിയയും ഏകവചനമാക്കണം. അതായത് ഇംഗ്ലീഷിൽ എല്ലാ ക്രിയകളും ജനിക്കുന്നത് ബഹുവചനമായിട്ടാണ്. എന്നാൽ പ്രസന്റ് ടെൻസിൽ ഒരു ഏകവചന നാമത്തോട് കൂടി ഒരു ക്രിയ വരുമ്പോൾ ക്രിയയെ ഏകവചനമാക്കണം. ഇതിനു വേണ്ടി ക്രിയയോട് കൂടി ഒരു എസ് ചേർക്കുന്നു. വൈയിൽ അവസാനിക്കുന്ന ക്രിയയാണെങ്കിൽ IES ചേർക്കുന്നു. എന്നാൽ AY, EY, IY, OY, UY എന്നിവയിൽ ഏതെങ്കിലും ഒന്നിലാണ് അവസാനിക്കുന്നതെങ്കിൽ എസ് തന്നെ ചേർത്ത് ഏകവചനം ആക്കാം. ഇതിൽ എസ് മാത്രം ചേർത്ത് ഏകവചനമാകുന്ന ക്രിയകൾക്ക് ഉദാഹരണമാണ് ടേക്ക്, ടേക്സ്. അതായത് ടേക്ക് എന്നത് ബഹുവചനം, ടേക്സ് ഏകവചനം. റീഡ്, റീഡ്സ്, റൈറ്റ്, റൈറ്റ്സ്, ജമ്പ്, ജംപ്സ്, ഡ്രൈവ്, ഡ്രൈവ്സ്. ഇതിൽ ആദ്യം പറയുന്നത് ബഹുവചനവും എസ് ഉള്ളത് ഏകവചനവും ആണ്. ഇംഗ്ലീഷിലെ നാമങ്ങളോടുകൂടി ഇങ്ങനെ എസ്, ES, IS ഒക്കെ ചേർക്കുമ്പോൾ അത് ബഹുവചനമാകും. അതേസമയം ക്രിയയോടാണ് ചേർക്കുന്നതെങ്കിൽ അത് ഏകവചനം ആകും. നമുക്ക് എസ് മാത്രം ചേർത്ത് ഏകവചനമാക്കുന്ന ക്രിയകൾ ചോദിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അങ്ങനെയുള്ള ക്രിയകൾ മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ ഗ്രാമഭാഗത്ത് വന്നിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ക്രിയകൾ, അതായത് കർത്താവ് ഏകവചനമാകുമ്പോൾ ക്രിയ ഏകവചനമാകുന്ന, അതുപോലെ തന്നെ കർത്താവ് ബഹുവചനമാകുമ്പോൾ ക്രിയയും ബഹുവചനമാകുന്ന ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. 7 ലീവ്സ് ഇൻ കാനഡ. 7 കാനഡയിൽ ജീവിക്കുന്നു. ഇതിൽ ക്രിയ ഏതാണ്? ലീവ്സ് എന്നതാണ് ക്രിയ. 7 ലീവ്സ്. അപ്പോൾ ഈ ലീവ് എന്നത് എസ് ചേർത്ത് ഏകവചനം ആക്കിയിരിക്കുന്നു. കാരണം 7 എന്നത് ഏകവചനമാണ്. അപ്പോൾ ക്രിയയും ഏകവചനമാകും. അപ്പോൾ ലീവ് എന്ന വാക്ക് ഏകവചനമാക്കാൻ എസ് ചേർക്കും. 7 ലീവ്സ് ഇൻ കാനഡ. 7 കാനഡയിൽ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഷീ ഈറ്റ്സ് ഫിഷ് ഫോർ ലഞ്ച്. അവൾ ഭക്ഷിക്കുന്നു ഫിഷ് മത്സ്യം, ഫോർ ലഞ്ച് ലഞ്ചിനായി അവൾ മത്സ്യം ഭക്ഷിക്കുന്നു. അപ്പോൾ ഈറ്റ് എന്നത് ക്രിയ. ഷീ ഈറ്റ്സ് ഫിഷ് ഫോർ ലഞ്ച്. ഇതിൽ ക്രിയ അഥവാ വെർബ് ഈറ്റ്സ് ആണ്. ഇതിൽ ഈറ്റ് എന്ന ക്രിയ എസ് ചേർത്ത് ഏകവചനം ആക്കി. കാരണം ഷീ എന്നത് ഏകവചനമാണ്. അപ്പോൾ ഷീ ഈറ്റ്സ് ഫിഷ് ഫോർ ലഞ്ച്. അവൾ ലഞ്ചിന് മത്സ്യം ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഷീ ഡ്രീംസ് ഓഫ് ഗോയിങ് ടു ആഫ്രിക്ക. ഷീ ഡ്രീംസ്. ഡ്രീം എന്നാൽ സ്വപ്നം കാണുക. ഡ്രീംസ് ആ ക്രിയയുടെ ഏകവചനം. അപ്പോൾ ഷീ ഡ്രീംസ്. ഡ്രീം എന്ന ക്രിയയെ, ബഹുവചന ക്രിയയെ നമ്മൾ ഏകവചനമാക്കി എസ് ചേർത്ത്. അപ്പോൾ ഷീ ഡ്രീംസ് ഓഫ് ഗോയിങ് ടു
ആഫ്രിക്ക. ആഫ്രിക്കയിൽ പോകുന്നത് അവൾ സ്വപ്നം കാണുന്നു. അതുപോലെ തന്നെ ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ലവ് ട്രാവലിംഗ്. ഇവിടെ ക്രിയ ഏതാണ്? ലവ്. ലവ് ട്രാവലിംഗ്. അപ്പോൾ ലവ് ആണ് ക്രിയ. ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ്, ഇവിടെ കർത്താവ് അഥവാ ക്രിയ ചെയ്യുന്ന ആൾ ആരാണ്? ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ കർത്താവ് അഥവാ ക്രിയ ചെയ്യുന്നവർ ബഹുവചനമാണ്. ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ്. ഷീ മാത്രമായിരുന്നെങ്കിൽ ഏകവചനം ആകുമായിരുന്നു. ഇവിടെ ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അത് ബഹുവചനമാണ്. കർത്താവ് ബഹുവചനമാകുമ്പോൾ ക്രിയയും ബഹുവചനമായിരിക്കണം. അപ്പോൾ ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ലവ് ട്രാവലിംഗ്. അപ്പോൾ ലവ് എന്നത് മാറ്റം വരുത്തേണ്ട കാര്യമില്ല, കാരണം ലവ് എന്നത് ജനിച്ചപ്പോൾ തന്നെ അത് ബഹുവചനമാണ്. അപ്പോൾ ലവ് അങ്ങനെ തന്നെ കിട്ടണം. ക്രിയയെ ഏകവചനമാക്കേണ്ടത് കർത്താവ് ഏകവചനം ആകുമ്പോൾ മാത്രമാണ്. അടുത്ത വാക്ക് ദേ പ്ലാൻ ടു ഗോ ടു ആഫ്രിക്ക ടുഗദർ. ദേ പ്ലാൻ. ഇവിടെ ക്രിയ ഏതാണ്? പ്ലാൻ എന്നതാണ് ക്രിയ. പ്ലാൻ എന്നാൽ പദ്ധതി ഇടുക. ദേ പ്ലാൻ, അവർ പ്ലാൻ ചെയ്യുന്നു. ടു ഗോ ടു ആഫ്രിക്ക ടുഗദർ, ഒരുമിച്ച് ആഫ്രിക്കയിലേക്ക് പോകാൻ. ടു ഗോ എന്ന് പറഞ്ഞാൽ പോകാൻ. ടു ആഫ്രിക്ക, ആഫ്രിക്കയിലേക്ക്. ടുഗദർ, ഒരുമിച്ച്. അപ്പോൾ പ്ലാൻ എന്നതാണ് ക്രിയ. ഇവിടെ പ്ലാൻ എന്ന ക്രിയയിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല, കാരണം ദേ എന്നത് ബഹുവചനമാണ്. അപ്പോൾ കർത്താവ് ബഹുവചനമാകുമ്പോൾ ക്രിയയും ബഹുവചനമായിരിക്കണം. അപ്പോൾ ദേ പ്ലാൻ ടു ഗോ ടു ആഫ്രിക്ക ടുഗദർ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കർത്താവ് ഏകവചനമാകുമ്പോൾ ആണ് നമ്മൾ ഇതുപോലെ ക്രിയയെ ഏകവചനമാക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നാൽ അതിന് കുറച്ച് വ്യത്യാസമുള്ളത്, ഐ, യു എന്നിവ കർത്താവായി വരുമ്പോൾ, അതായത് ഐ എന്നാൽ ഞാൻ, യു എന്നാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ, ഇവ കർത്താവായി വരുമ്പോൾ ബഹുവചനം ആയി തന്നെ നമ്മൾ ക്രിയ ഉപയോഗിക്കണം. കാരണം ഐ, യു എന്നിവ എപ്പോഴും ബഹുവചനം ആയിരിക്കും. അതുകൊണ്ട് ഐ, യു എന്നിവ കർത്താവായി വരുമ്പോൾ ക്രിയയുടെ ബഹുവചനം തന്നെ ഉപയോഗിക്കണം. അതായത് ക്രിയയിൽ വേറെ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇത് ഐ, യു എന്നിവയ്ക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുമ്പോൾ ബെൽ ഐക്കൺ കൂടി അമർത്തി ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.